അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, എത്രത്തോളം കളവ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ സമസ്തക്കാർ ഇവരുടെ ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മുസ്ലിയാർ. ഇയാളെ കദ്ദാബ് എന്ന് മുഖത്ത് നോക്കി വിളിക്കാം. ഇയാളൊരു മിമിക്രിയൊക്കെ അവതരിപ്പിച്ചിട്ട് പറയുന്ന കളവുകളൊന്ന് കേട്ടു നോക്കൂ. മരിച്ചവർക്ക് ദ്വാരക്കാൻ പാടില്ല എന്നറിയില്ലേ? കേട്ടാ, ഇതാണ് മുജാഹിദ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ വിചാരിക്കേണ്ട എന്തോ സൈക്കോളജീൻ്റെ കോഴ്സാണ് അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് ആണ് മുജാഹിദ് എന്നൊന്നും വിചാരിക്കേണ്ട. മരിച്ചോർക്ക് ദ്വാരക്കൂല, സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. സഹോദരങ്ങളെ, കേട്ടില്ലേ? അതിൻ്റെ ഒരു ഭാഗമാണിത്. മരിച്ചവർക്ക് വേണ്ടി ദുആ ഇരക്കൂല മുജാഹിദ്. ഒന്നാമത്തെ കളവ്, കല്ലുവെച്ച നുണവെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഏതെങ്കിലും ഒരു മുജാഹിദ്, ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, ഇപ്പം മുജാഹിദിൽ ഒന്ന് രണ്ടും ഗ്രൂപ്പുകളുണ്ടെന്നൊക്കെ വിചാരിക്കും, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു മുജാഹിദ്, ഏതെങ്കിലും ഒരു സലഫി മരിച്ചവർക്ക് വേണ്ടി ദുആ ഇരക്കില്ല എന്ന് പറയുന്നതോ ദുആ ഇരക്കാത്തതോ, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ദുആ ഇരക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു മൗലവിമാർ പറയുന്നതോ കാണിച്ചു തരാൻ പറ്റുമോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ട് പോലും ഇവർ എത്ര ഓപ്പണായിട്ടാണ് നുണ പറയുന്നത് നോക്കി. ഓരോ നിസ്കാരത്തിലും ഓരോ സമയത്തും ഓരോ നമ്മൾ ദുആ ഇരക്കുമ്പോഴൊക്കെ നമ്മൾ റബ്ബനാ ഗഫിർ ലനാ വലിവാലിദീന റബ്ബനാ അർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് നമ്മൾ ദുആ ഇരക്കുന്നവരാണ്. നമ്മുടെ വാപ്പ, എൻ്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട് 5 വക്തിലും അതല്ലാതെയും ഒക്കെ എൻ്റെ വാപ്പാക്ക് വേണ്ടി ഓരോ സമയത്തും ഞാൻ ദുആ ഇരക്കുന്നവനാണ്. എല്ലാ ആളുകളും മരിച്ചവർക്ക് വേണ്ടി, തൻ്റെ ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും മൊത്തം മരിച്ചുപോയ മനുഷ്യന്മാർ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കുന്നവരാണ് മുജാഹിദുകൾ. എന്നിട്ട് എന്ത് നുണയാണ് ഈ പറയുന്നത് നോക്കി. മരിച്ചവർക്ക് വേണ്ടി ദുആ ഇരക്കുന്നില്ല. മുജാഹിദുകൾ മരിച്ച മയ്യത്ത് ഖബറിൽ കൊണ്ടുവച്ചാൽ അവിടെ പൈസ കൊടുത്തിട്ട് ഒരു മുസ്ലിയാറിനെ വിളിച്ചിട്ട് ദുആ ഇരപ്പിച്ചിട്ട് ആമീൻ പറയാറില്ല. ഇത് സത്യമാണ്. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. മയ്യത്ത് കാണാൻ ആ വീട്ടിലേക്ക് ചെന്നാൽ ഫസ്റ്റിൽ മയ്യത്ത് കാണുമ്പോഴുള്ള ദുആ ഉണ്ട്, അത് ചെയ്യാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണം സംഭവിച്ച ഉടനെ പ്രാർത്ഥിക്കേണ്ട ദുആ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുജാഹിദുകൾ അത് അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിക്കുന്നവരാണ്. സഹോദരങ്ങളൊന്നും ആലോചിച്ച് നോക്കി. നിങ്ങളെല്ലാവരും മയ്യത്ത് കാണാൻ മരിച്ച വീട്ടിലൊക്കെ പോകുന്നവരാണല്ലോ. ഈ ദുആ ചെല്ലാറുണ്ടോ? മയ്യത്ത് കണ്ടാൽ അല്ലെങ്കിൽ മയ്യത്തിൻ്റെ അടുത്ത് പോയാൽ മരണം അറിഞ്ഞ് ആദ്യം ചൊല്ലേണ്ട ദുആ അതാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതാണ് സുന്നത്ത്. അത് നമ്മൾ ചെല്ലുന്നവരാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ഹാദൽ മയ്യിത്ത്, അല്ലെങ്കിൽ പേരറിയെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ, അല്ലെങ്കിൽ പേരറിയാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലി അബൂബക്കർ, അല്ലാഹുമ്മ ഗഫിർ ലി ഉമർ, അല്ലാഹുമ്മ ഗഫിർ ലി ഉസ്മാൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലി അബ്ദുൽ ഖാദർ. ഇങ്ങനെ ആരാണോ മരിച്ച മയ്യത്തിന് പേരറിയെങ്കിൽ പേര്, അല്ലെങ്കിൽ ഫുലാനെന്നോ അല്ലെങ്കിൽ ഹാദൽ മയ്യിത്ത് എന്നോ പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഗഫിർ ലി ഹാദൽ മയ്യിത്ത് വർഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന, ഇത് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ. അതുപോലെ മരിച്ച ആൾക്കാർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ. എന്നിട്ട് ഇയാൾ പറയുന്ന നുണ നോക്കി, പച്ച നുണ. എന്നിട്ട് അതൊരു കോമഡി ആയിട്ട് അവതരിപ്പിച്ചിട്ട് വല്ലൈസ ലിൽ ഇൻസാന ഇല്ലാ മാ സഅ എന്ന ആയത്ത് മുജാഹിദുകൾ ഓതാറുണ്ട്. അത് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നുള്ളതിനാണ്, അതിന് തെളിവില്ല എന്നുള്ളതിനാണ്. അത് മുജാഹിദുകൾ ഓതിയ ആയത്തല്ല. ഇമാം ഷാഫി റഹ്മഹുല്ലാ ഈ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അത് അവർക്ക് എത്തുകയില്ല, അത് ജീവിച്ചിരിക്കുന്നവരുടെ കർമ്മത്തിൽപ്പെട്ടതാണ് ഖുർആൻ ഓതുക എന്നുള്ളത്. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഖുർആൻ ഓതി ഹദിയ ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞു എന്ന് ഇമാം ഇബ്നു കസീർ സൂറത്തുൻ നജ്മിലെ ഈ ഓതിയ ആയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതാണ് മുജാഹിദുകൾ പറയുന്നത്. അതിൻ്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കിയാൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ വീണ്ടും ഷറഹ് മുസ്ലിമിലും ഒക്കെ ഇമാം നവവിയൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമാമാർ പറഞ്ഞത്, ഹദീസിൽ വന്നത്, അതൊക്കെ വെച്ചുകൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല എന്ന് മുജാഹിദുകൾ പറയുമ്പോൾ അത് ജീവിച്ചിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്, ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു ഇബാദത്താണ്, അത് മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട ഇബാദത്തിൽ പെട്ടതല്ല എന്ന് പറയുമ്പോൾ അത് കോട്ടി മാറ്റിയിട്ട് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാത്തവരാണ് മുജാഹിദുകൾ എന്ന് പറയുന്ന ഈ ഒരു കോട്ടിമാട്ടൽ, ഈ ഒരു കളവ് എത്രത്തോളം മോശമാണ് മൊയ്ലിയാരെ നിങ്ങൾ ചെയ്യണത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ മരണ വീട്ടിൽ പോയ എല്ലാവരും ഒന്ന് ഖുർആൻ ഓതുക മരിച്ചവർക്ക് വേണ്ടിയിട്ട്. ഒരു മനുഷ്യർക്ക് തൻ്റെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ ഏറ്റവും നല്ല ഇബാദത്ത് ഏതാ? ഖുർആൻ ഓത്തല്ലല്ലോ, നിസ്കാരമാണ്. അത് കഴിഞ്ഞിട്ടാണ് നോമ്പും ഖിറാഅത്തും അതുപോലുള്ള മറ്റ് ഹജ്ജൊക്കെ വരുന്നുള്ളൂ. നിസ്കാരം അതാണ് ഏറ്റവും വലിയ ഇബാദത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി എന്താ നിസ്കരിക്കാത്തത്? റസൂലുള്ളാഹി പഠിപ്പിച്ച നിസ്കാരം ഉണ്ട്, അത് മയ്യത്ത് നിസ്കാരം. അതല്ലാത്ത നിസ്കാരം എന്താ നിസ്കരിക്കാത്തത് മരിച്ചവർക്ക് വേണ്ടിയിട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഒരു സമസ്തക്കാരൻ മരിച്ചു കിടക്കുന്നു. അപ്പോൾ അവിടെ മുറ്റത്ത് വിശാലമായിട്ട് ഒരു പന്തലിടുന്നു. ആ പന്തലിങ്ങനെ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് അവിടെ കുറേ
കാർപ്പറ്റ് വിരിക്കുന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് മുസല്ലൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുക. വരുന്നവർ 2 റക്കാത്ത് 4 റക്കാത്ത് 8 റക്കാത്ത് 10 റക്കാത്ത് 12 റക്കാത്ത് 26 റക്കാത്ത് 36 റക്കാത്ത് കഴിവിനനുസരിച്ച് നിസ്കരിച്ച് പോകുന്നു. 24 hours നിസ്കരിക്കുക. അതായത് ഹത്തപ്പര ഓതുന്നവർ നിർത്താതെ നിസ്കരിക്കാണ്ട് മൊയിലൊട്ടികളെ ഏർപ്പാടാക്കുക. അത് നിസ്കരിച്ചു കൊണ്ടേയിരിക്കും. ആ ജമാഅത്തിനൊന്നും പോകാതെ അവരിങ്ങനെ ഖുർആനോത്ത് അങ്ങനെയാണല്ലോ, നിസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു. ബാക്കി വരുന്നവരൊക്കെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നിസ്കാരം മയ്യത്തെടുക്കുന്നു, നിസ്കാരം നിർത്തുന്നു, മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെക്കുന്നു, അവിടെ മയ്യത്ത് നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെയും കുടുംബക്കാരൊക്കെ മരിച്ച ആൾക്ക് വേണ്ടി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശരിയാവോ? എന്തുകൊണ്ടാണ് ശരിയാവാത്തത്? മരിച്ചവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇബാദത്താണല്ലോ നിസ്കാരം. എന്താ ശരിയാവാത്തത്? അത് റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്ന് ഇവർ പറയും. നമ്മളിപ്പോൾ ഒരാളങ്ങനെ ചെയ്തു നോക്കിയാൽ അതിന് തെളിവില്ല എന്ന് പറയും. അതേപോലെ തെളിവില്ലാത്തൊരു കാര്യമാണ് ഖുർആനോത്ത്. എന്നാൽ ഹജ്ജ് ചെയ്യാനും അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്യാനും മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാനും മരിച്ചവർക്ക് വേണ്ടി നോമ്പ് കടണ്ടെങ്കിൽ വീട്ടാനും മരിച്ചവരെ കടം വീട്ടാനും ഒക്കെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം റസൂലുള്ള പഠിപ്പിച്ചവിടത്ത് നിൽക്കുക എന്ന സുന്നത്ത് പാലിച്ചുകൊണ്ടാണ് മുജാഹിദുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത്. ഈ മൗലവിമാർ ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നിയത് ഇതിനായിട്ട് ചെയ്യുന്നതല്ല. എന്നിട്ട് ഇത്രയും വലിയ കളവ് പറയുമ്പോൾ മുസ്ലിയാരെ നിങ്ങൾക്ക് പരലോകം ഒന്ന് ആലോചിച്ചൂടെ? പരലോകത്ത് ഇത് അള്ളാഹിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഈ പറഞ്ഞ കളവിന് ഈ സമൂഹത്തെ മുഴുവൻ പറ്റിക്കുന്നതിന് നിങ്ങൾ നാളെ മറുപടി പറയേണ്ടി വരില്ലേ? ഇത് കേൾക്കുന്ന സമസ്തക്കാരായ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇതാണ് ഇവർ കളവ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു സലഫിയോ മുജാഹിദോ ആയ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാറുണ്ട്? അവർ പറഞ്ഞാൽ ചെയ്യാറുണ്ട്. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണം, എപ്പോഴും ദുആ ചെയ്യണം. നമ്മുടെ വാപ്പൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളൊക്കെ അത് ചെയ്യുന്നവരാണ്. അതില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ചെയ്യാൻ പാടില്ല എന്നോ ചെയ്യാറില്ല എന്നോ പറയാറുണ്ടോ? ഇല്ലല്ലോ. ഞാൻ മരിച്ചവർക്ക് വേണ്ടി നിസ്കരിക്കാറില്ല, മയ്യത്ത് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടി അല്ലാതെ പിന്നെ നിസ്കരിക്കാറില്ല. അതുപോലെ ഖുർആനും ഓതാറില്ല. ഇതാണ് ഞങ്ങൾ മുജാഹിദുകൾ ചെയ്യുന്നത്. അതല്ലേ പറയുക? പിന്നെ എന്തിനാണ് സഹോദര ഇല്ലാത്തത് പറഞ്ഞിട്ട് അപകീർത്തിപ്പെടുത്തുന്നത്? എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കളവ് പറഞ്ഞാലേ നിങ്ങളുടെ ഈ ആശയം പ്രചരിക്കൂ എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ ഈ സത്യം ആളുകൾക്ക് മനസ്സിലാക്കാൻ വല്ല പാടുണ്ടോ? ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് നേരെ ചോദിച്ചൂടെ? അപ്പം നിങ്ങൾ ചെയ്യുന്നത് പൊട്ടത്തരമാണ്, നിങ്ങൾ ചെയ്യുന്നത് കളവാണെന്ന് ആളുകൾ മനസ്സിലാക്കലും മൂല്യരെ അതെങ്കിലും നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? ഇനി എന്താ ഇയാൾ പറയുന്നത്? റസൂലുള്ളാഹിന്റെ എതിരെ ഇവരുണ്ടാവുള്ളൂ. മുത്തുനബി സാധാരണക്കാരൻ, നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല. തങ്ങളെ മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരൻ നമ്മളാരും പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യപ്രകൃതി ഉള്ള ആളാണ്. റസൂലുള്ളാഹി മനുഷ്യനാണ്, മലക്കല്ല, ജിന്നല്ല, മനുഷ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കും, അതുപോലെ തന്നെ വിസർജിച്ച് പോകും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള മാനുഷികമായ എല്ലാ വിചാരങ്ങളും മാനുഷികമായ പ്രകൃതങ്ങളും റസൂൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, റസൂൽ കുട്ടികളുണ്ടായിട്ടുണ്ട്, റസൂലിന് അങ്ങനെ ആ രൂപത്തിലുള്ള മാനുഷികമായ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാവരുടെയും പോലെ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് നേർക്ക് നേരെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത് ജിബ്രീൽ മുഖാന്തരം അള്ളാഹു നേർക്ക് നേരെ സംവദിച്ചു കൊണ്ടിരുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സാധാരണ മനുഷ്യനല്ല. ആരാ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത്? ആരും പറയുന്നില്ലല്ലോ. എന്നാൽ മനുഷ്യന്മാരുടേതായ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ സമസ്തക്കാരുടെ വിശ്വാസം എന്താ? റസൂൽ നൂറിൽ നിന്ന് പടച്ചവനാണ്, പ്രകാശത്തിൽ ആരാ പഠിച്ചിട്ടുള്ളത്? മലക്കുകളിലാണ്. മലക്കല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഖുർആനിലുള്ളതാണ്. ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം കൊണ്ട് വന്ന സമയത്ത് മക്കൽ മുശ്രിക്കുകൾ പറഞ്ഞതാ, മാലി ഹാദർ റസൂൽ, എന്താണ് ഈ നിങ്ങളുടെ റസൂലിൻ്റെ കാര്യം? എന്താ ഇപ്പോൾ ഈ അസ്വാക്കിലൂടെ ഒക്കെ നടക്കല്ലേ എന്നൊക്കെ ചോദിച്ചു. മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടിയിലേ ചെയ്യുന്നത് ചോദിച്ചു. ദൂതനാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദൂതനാണെങ്കിൽ മലക്കുകളെ പോലെ ഇറങ്ങി വരണ്ടേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒമർ മൗലവി അദ്ദേഹത്തിൻ്റെ സൽസബിയിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? റസൂലുള്ളാഹി സാധാരണ മനുഷ്യനല്ല, അദ്ദേഹത്തിന് വഹി വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്ന് കുറച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 7-ാം ആകാശത്തിന് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് അള്ളാഹു സുബ്ഹാൻ നേരിട്ട് സംഭാഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ മനുഷ്യനല്ല. മനസ്സിലായില്ലേ? വളരെ ഉന്നതിയിലുള്ള മനുഷ്യനാണ്, പക്ഷെ മനുഷ്യനാണ്. ഇവിടെയാണ് വ്യത്യാസം. കുടുംബത്തിൽ തങ്ങന്മാർക്ക് ഒരു ബഹുമാനമില്ല. നബി കുടുംബത്തിന് ബഹുമാനമുണ്ട്, അഹ്ലു ബൈത്തിന് ബഹുമാനമുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ നബി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരാളെന്താവില്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടില്ല. അവരുടെ നസബ് എന്തല്ല, അവരുടെ കർമ്മം, അവരുടെ പ്രവർത്തനം പിന്നിലായാൽ നസബ് കൊണ്ട് അവർക്ക് മുന്നേറാൻ പറ്റില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. നബി കുടുംബത്തിന് അഹ്ലു ബൈത്തിന് എന്തുണ്ട്? ബഹുമാനമുണ്ട്, പ്രത്യേകതയുണ്ട്. അവർ കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. എന്നാൽ നിങ്ങളുടെ നാട്ടിലുള്ള തങ്ങന്മാരുണ്ടല്ലോ, ഈ തരികിട തങ്ങന്മാർ, അവർക്ക് യാതൊരു ബഹുമാനവും ഇല്ല എന്ന് നമ്മൾ പറയും. കാരണം അവർ തങ്ങന്മാരല്ല, അവർ വ്യാജന്മാരാണ് എന്നുള്ളതുകൊണ്ടാണ്. മൗലിദ് കഴിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നബിദിനം കഴിക്കാൻ പറ്റില്ല. കാരണം റസൂൽ കഴിച്ചിട്ടില്ല.
റസൂലിൻ്റെ സഹാബത്ത് കഴിച്ചിട്ടില്ല, താബീങ്ങൾ കഴിച്ചിട്ടില്ല, താബീങ്ങൾ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ യഥാർത്ഥ സുന്നികളായതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നില്ല എന്ന് നമ്മൾ മാത്രം പറഞ്ഞോളൂ. എത്രയോ ഇമാമുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇമാം താജുദ്ദീൻ ഫാഖിഹാനി ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, നബിദിനം കഴിക്കാൻ പാടില്ല, അത് ബിദ്അത്താണ്, അത് ഹറാമാണെന്ന് പറഞ്ഞിട്ട്. അവരും എന്താ പറയുക, വഹാബികളാണോ? നരകത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയും വാപ്പയും നരകത്തിലാണെന്ന് മുജാഹിദുകളോ സലഫികളോ പറയുന്നതല്ലല്ലോ മൊയ്ലരെ. നിങ്ങളുടെ സ്വന്തം ഇമാമായ ഇമാം റംലി, നിങ്ങളുടെ സ്വന്തം ഇമാം എന്ന് നിങ്ങൾ പറയുന്ന ഇമാം നവവി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇമാം റാസി, മുല്ല അലിയുൽ ഖാരി, മുല്ല അലിയുൽ ഖാരിക്ക് വിഷയത്തിൽ കിതാബ് തന്നെ ഉണ്ട്. ഇതുപോലെ നിരവധി അനവധി ഇമാമാർ പറഞ്ഞതാണല്ലോ. അപ്പോൾ അവരിനെയൊക്കെ എന്ത് നിങ്ങൾ പറയാം? ഈ പറഞ്ഞതുപോലെ പറയോ? എങ്കിൽ നാളെ മൈക്കെടുത്ത് പറയും ഇമാം റംലി പിഴച്ചവൻ, റസൂലുള്ളാഹിൻ്റെ മാതാപിതാക്കൾ നരകത്തിലുണ്ട് എഴുതിയിട്ടുണ്ട്. മുല്ല അലിയുൽ ഖാരി പിഴച്ചവൻ, റസൂലുള്ളാഹിൻ്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് കിതാബ് എഴുതിയിട്ടുണ്ട്. ഇമാം റാസി പിഴച്ചവൻ, റസൂലിൻ്റെ മാതാപിതാക്കൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം നവവി പിഴച്ചവൻ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മാതാപിതാക്കളെ പറ്റി മോശം എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പറയും നാളെ ഇതെടുത്തിട്ട്. അപ്പോൾ ഇമാമാർ പറഞ്ഞിട്ടുണ്ട്, അതേ നമ്മളും പറയുന്നുള്ളൂ. അതിന് തെളിവനുസരിച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹദീസിൽ തന്നെ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ടാണ് ഇമാമാർ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. തങ്ങൾ റൗള സിയാറത്തിൽ ഹറാം, ആ യാത്രയിൽ ജമ്മും കസ്റാക്കൽ ഹറാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മസ്ജിദുൻ നബവി അത് ലക്ഷ്യമാക്കി സിയാറത്തിൽ ഹറാം എന്ന് ആരാ പറഞ്ഞു? നമ്മളൊക്കെ പോകാറുണ്ടല്ലോ സഹോദര. ആ യാത്രയിൽ നമ്മൾ ജമ്മു കസറ, ആ യാത്ര എന്നല്ല, ഏത് യാത്രയാണോ അതിനൊക്കെ നമ്മൾ ജമ്മു കസറാക്കാറുണ്ടല്ലോ. അത് സിയാറത്ത് ഈ പറഞ്ഞ യാത്രയാണെങ്കിലും ഹജ്ജിൻ്റെ യാത്രയാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗള എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? റസൂലിൻ്റെ ഖബറാണെന്ന്. മാ ബൈന ബൈത്തിയോ മിമ്പരി റൗത്തും മിൻ റിയാദിൽ ജന്ന എന്നല്ലേ? അത് പള്ളിയുടെ ഉള്ളിലുള്ള ഒരു ഭാഗമല്ലേ? അവിടേക്ക് നമ്മൾ പോകാറുണ്ടല്ലോ. അവിടെ നമ്മൾ പ്രത്യേകം ദുആ ചെയ്യാറുണ്ടല്ലോ, നിസ്കരിക്കാറുണ്ടല്ലോ. അതിനുവേണ്ടി തന്നെ നമ്മൾ എൻ്റെ മദീന സന്ദർശിക്കാൻ വേണ്ടിയിട്ട് റസൂൽ നമ്മളോട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടല്ലോ. 3 പള്ളികൾക്കാണ് സന്ദർശിക്കാൻ കൂടുതൽ പുണ്യമുള്ളതെന്ന് പറഞ്ഞ 3 പള്ളികളൊന്നും മസ്ജിദുൻ നബവി അല്ലേ? അപ്പോൾ അവിടേക്ക് നമ്മൾ പോകാറുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ നുണ പറയുന്നത് മൊയ്ലരെ? നിങ്ങളല്ലേ ഈ ഹജ്ജിനൊക്കെ പോയാൽ ജമ്മു കസർ ആക്കണ്ട, നമ്മളവിടെ ഒരുപാട് സമയം ഇരിക്കണം, അതുകൊണ്ട് ജമ്മു കസറിൻ്റെ ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മു കസർ ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഹാജിമാരെ കൊണ്ട് 4 റക്അത്ത് നിസ്കരിപ്പിക്കാറില്ലേ അതേത് സമയത്ത്? എന്നിട്ട് എന്തിനാണ് ഈ അവനവൻ ചെയ്യുന്ന തെറ്റുകൾ മറ്റുള്ളവരെ നെഞ്ഞത്തേക്ക് ഇടുന്നത്? നിബിതങ്ങളെ സഹായത്തിന് വിളിക്കൽ ശിർക്ക്. ഇപ്പം മൂപ്പര് പറഞ്ഞത് ശരിയാണ്. വല്ലപ്പോഴൊക്കെ മൊയ്ലരാണെങ്കിലും സത്യം പറയുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയിട്ട് 1400 വർഷങ്ങൾക്ക് അപ്പുറം കഴിഞ്ഞു. ഇപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായത്തിന് വിളിക്കുകയാണെങ്കിൽ റസൂൽ ഇപ്പോഴും ഞാൻ സഹായത്തിന് വിളിക്കുമ്പോൾ കേൾക്കുമെന്നും റസൂൽ എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് ശിർക്ക് തന്നെ, ഒരു സംശയമില്ല മൊയ്ലരെ. അത് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് റസൂൽ പഠിപ്പിച്ചെന്ന ആശയമാണ്, ഖുർആൻ അള്ളാഹു പഠിപ്പിച്ചെന്ന ആശയമാണ്, മഹാന്മാരായ ഇമാമാർ പഠിപ്പിച്ചെന്ന ആശയമാണ്. അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. നബി തങ്ങളുടെ മൗലിദേക്കൽ കടുത്ത തെറ്റ്, അതിന് ചീരണ വിതരണം ചെയ്യൽ ഹറാം. ഇതും ശരിയാ. മൗലീദ് കഴിക്കൽ, നിങ്ങൾ നടത്തുന്ന മൗലീദ് കഴിക്കൽ കേട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹുകൾ ഇല്ലാത്ത മദ്ഹുകൾ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ അങ്ങയുടെ അടിമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങയോട് ഞാൻ എൻ്റെ ഔലാദി ബോധിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട്, റസൂലിൻ്റെ പാവം പുറത്തു തരുന്നു ഒക്കെ പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ റസൂലിനെ ഉയരത്തിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തത്റുനീക മാ അത്രത്തുന്ന നസറ ഈസ ഇബ്നു മറിയം, ഈസാ നബിയെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ, അമിതമായി പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുതെന്ന് റസൂലിൻ്റെ വാണിംഗ് ഉണ്ടായിട്ട് പോലും നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അതിൻ്റെ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള മൗലിദ് കഴിക്കൽ ഹറാം, അതിലെ ചീരണി ഹറാം, ഒരു സംശയവുമില്ല. മോന്റെ ബർത്ത്ഡേ ആഘോഷിക്കൽ ആരാടോ നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ കഴിക്കാറുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിൻ്റെ ബർത്ത്ഡേയും ഒരാളുടെ ബർത്ത്ഡേയും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ് യഥാർത്ഥ മുജാഹിദുകൾ, യഥാർത്ഥ സലഫികൾ. ഒരാളുടെ ബർത്ത്ഡേയും കഴിക്കാനും പാടില്ല, നമ്മളാരും കഴിക്കാറുമില്ല. ഇതും നിങ്ങൾ നുണയാണ് പറയുന്നത്. എപ്പോഴും റസൂലുള്ളാഹിന്റെ എതിരെ ഉണ്ടാവുള്ളൂ. എപ്പോഴും നിങ്ങൾ നോക്കിയോ, പഠിച്ചാ മതി. ഇതെന്തിനാ ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയണത്? ഇല്ലല്ലദീന ആമനു. അതെ, ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മോൻ പറയണം. അങ്ങനെ പറയുമ്പോഴാണ് ആളുകൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. സത്യം എന്താണ്? കാണുന്ന ആൾക്കാരുണ്ടല്ലോ, കേൾക്കുന്ന ആൾക്കാർ, പണ്ടത്തെമാർ നിങ്ങൾ പറയുന്ന പോലെ തൊടാതെ വിഴുങ്ങുന്ന ആളുകളൊന്നുള്ള ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ആൾക്കാർക്ക് മുജാഹിദുകളുമായിട്ട് സലഫുകളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ സമയമുണ്ട്, അവർക്ക് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വാ തുറന്ന് ചോദിച്ചാൽ മതി, എന്താ നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ആർക്കും ആരോടും ചോദിക്കാം. സഹോദരങ്ങളെ, ഇതുപോലെ നിങ്ങൾ ചോദിച്ച് പഠിക്കുക. മുജാഹിദുകളുടെ വിശ്വാസം മുജാഹിദുകളോട് ചോദിക്കുക. ഇതുമാതിരി പൊട്ടത്തരം പറയുന്ന, കളവ് മാത്രം പറയുന്ന മുസ്ലിയാക്കന്മാരുടെ ഈ തൊള്ളപടായി കേട്ട് ഇതിൽ വഞ്ചിതരാകാതിരിക്കുക. ഇവർക്ക് ആ കൂടി ഇവരുടെ ഈ കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകണം. മൗലിദ് മുടങ്ങിയാൽ, ജാറ വ്യവസായം മുടങ്ങിയാൽ, ഇതുപോലുള്ള ശിർക്ക് ബിദഅത്തുകൾ മുടങ്ങിയാൽ ഇവരൊക്കെ എന്താ പറയുക, ജോലിക്ക് പോവാതെ ഇവർക്ക് ഇങ്ങനെ ജോലിക്ക് പോകാതെ ഇങ്ങനെ കാശടിച്ചും മാറ്റുന്ന പരിപാടി നടക്കില്ല. അതുകൊണ്ട് അവർ ഇതിനെ എന്താ പറയുക, എങ്ങനെ
കളവ് പറഞ്ഞ് അവരുടെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ച ദീനാണ്. ആ ദീനിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുക, ആ റസൂൽ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, റസൂൽ വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക. ഇതാണ് യഥാർത്ഥ ദീൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലുള്ള കളവ് പറയുന്ന ദജ്ജാലുന കദ്ദാബൂന എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാണിംഗ് നമുക്ക് നൽകി ആഖിർ സമാനിൽ വരുന്ന ദജ്ജാലുകളായ ഇതുപോലെ കദ്ദാബുകളുടെ ഫിത്നയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.